പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹത്തോടെ ഈ പകൽക്കാലമായിരിക്കുന്നതിൽ സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആദരണീയരായ എല്ലാ കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. I thank God for this blessed opportunity to be in your midst. Dear pastors, all the brothers and sisters and all the children over here, I'd like to give my greetings in the name of matchless name of Jesus. എൻ്റെ പ്രിയപ്പെട്ട ബ്രദറിനുള്ള ബിനു, ആശ, പ്രിയ മകൾ റൂത്ത്, ഞങ്ങളുടെ മൂത്ത മകൾ എസ്തേറിൻ്റെ ഭർത്താവ് ജോസെ, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ഡാനിയർ അവറുകൾ, പ്രിയപ്പെട്ട സജി പാസ്റ്റർ, ഇവിടെയുള്ള എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I'd like to thank for my family here in Canada, Binubadra and family, my children as well as the pastors and the Saji pastor and family in this occasion. സജി പാസ്റ്ററുടെ വാക്കുകളിൽ കൂടെ 20 വർഷത്തോളമായി ഈ ചർച്ച് ഇവിടെ പ്ലാന്റ് ചെയ്യുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. 3 പേരുടെ കഠിനമായ പ്രയത്നമാണ് ഇത് ഇങ്ങനെയൊരു സംവിധാനം ഈ ടൊറൻറ്റോ പട്ടണത്തിൽ ദൈവം തന്നത്. As Saji pastor suggested, it's been 20 years since this church has started, and 3 people or 3 families had put a lot of effort into this organization to come this far. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഒരു സഭയ്ക്കകത്ത് ഒരു വളർച്ചയ്ക്ക് വേണ്ടി എത്രത്തോളം പെയിൻ എടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I know the pain each and every pastor would take for their church to grow inside the church. അവർ 3 പേരും എടുത്ത പെയിൻ വളരെ എന്താ വെച്ചാൽ ദൈവസന്നിധിയിൽ പ്രശംസനീയമാണ്. In the presence of Jesus, it is praisable for all the hard works the 3 families have taken in building this church. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവർ ആ കാലഘട്ടത്തിൽ എടുത്ത പെയിൻ പോലെ ഈ പെയിൻ നിങ്ങളിൽ എത്ര പേർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്? How many of you are willing to take that struggle and pain, go through that as they did in 20 years back? ആ പെയിൻ നിങ്ങൾ എടുക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ഹോൾ നിറഞ്ഞ് കവിയും. If you're ready to take that challenges and pain, the whole hall God will fill with believers. Praise the Lord. വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വിധേയമായി എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. To go into the God's word, I would like to invite you into the book of Mark, chapter 4, verses 24. Verse 24. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ 3 ട്രാൻസ്ലേഷനകത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു: പേ അറ്റൻഷൻ ടു വാട്ട് യു ഹിയർ, കൺസിഡർ കെയർഫുള്ളി വാട്ട് യു ഹിയർ. 3-ാമത്തെ, ടേക്ക് ഹീഡ് വാട്ട് യു ഹിയർ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. So in the verse it says, in Bible English verse it says in 3 different translation, take heed of what you hear. ദൈവം എല്ലാ കാലത്തും ഏതു സാഹചര്യത്തിലും ഇരിക്കുന്നവരോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു. God is a God who is willing to speak to any person at any time or whatever the situation you're going through. പ്രാർത്ഥനകൾ നമ്മൾ വിചാരിക്കും നമ്മൾ കാര്യങ്ങളെ പറയുന്നത് കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന്. We sometimes believe that because of our prayer God is doing things for us. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളെ അറിയാം. God knows all our prayer requests even before we speak or pray. ചില പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ, നീ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, നീ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I have seen a lot of people praying by reminding God that you have said this, you have promised this, this is your covenant. I have seen a lot of people praying like that.
പ്രാർത്ഥനയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റിയാണ്. God is expecting through prayer, the most important thing is to have a connectivity with God. നമ്മൾ ടെലിഫോൺ എടുത്ത് നമ്മൾ മറുഭാഗത്ത് നിൽക്കുന്ന ഒരാളോട് ദീർഘമായി സംസാരിച്ചിട്ട് വെക്കുന്നു എങ്കിൽ ആ ഒരു സംസാരത്തിൽ നമ്മൾ തൃപ്തരാണോ? Are we actually satisfied with some conversations we have over the phone if we speak for a longer time? മറുതലയ്ക്ക് നിൽക്കുന്ന ഒരാൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ മറുപടി നമ്മളോട് പറയുമ്പോഴാണ് ആ ഒരു സംസാരത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. A conversation comes to its fulfillment when the person on the other side of the phone replies and responds to your conversation. നമ്മളുടെ പലരുടെയും പ്രാർത്ഥനകൾ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ഈ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ തമ്പുരാൻ പരിപൂർണമായിട്ടും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഏതു നിലകളിൽ ഇവരെ അനുഗ്രഹിക്കണമെന്ന്. We see that actually most of us would pray, please bless me and please bless my children, and now God has actually finding it difficult to understand how should I bless them. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to take a few examples and incidents from the Bible to prove my point from the Word of God. ദൈവം നമ്മുടെ വിഷയത്തിൻ്റെ മേൽ എപ്പോഴും ഇടപെടാൻ താല്പര്യപ്പെടുന്നവനാണ്. God is a God who is willing to engage in any of our situations that we are going through. പക്ഷെ ക്ഷമയോടെ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. But we should have a situation where we are patiently waiting upon God for His time. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു. The Psalms writer says that actually I wait upon the Lord. ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്ന I wait patiently for the Lord. In English Bible he reads that actually I wait patiently for the Lord. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുന്നു. Says in the presence of the Lord I wait with great patience. പ്രാർത്ഥനയിൽ നമ്മുടെ വാചകങ്ങൾ പറയാൻ നമ്മളെ കൊണ്ട് പറ്റും. We may be able to bring a lot of words into our prayer. നമ്മുടെ ഒരു ആത്മീക മേഖലകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന തലമുണ്ട്. There are situations where we can pray in a spiritual atmosphere. ചടങ്ങുകൾ നിവർത്തിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന മേഖലകളുണ്ട്. There are situations where we would pray to just fulfill the rituals. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയുടെ മേഖലകളെ തിരുത്തിക്കൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് പോകാൻ ബന്ധപ്പെടുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വരും. Remember that God's word going to send a word who is going to rework on the way you pray today. ദൈവം എപ്പോഴും വാചാലമായി നമ്മളോട് സംസാരിക്കണമെന്നില്ല. God doesn't have to speak a lot of words to us. ദൈവം എപ്പോഴും നമ്മളോട് ഉറക്കെ സംസാരിക്കണമെന്നില്ല. Doesn't mean that God has to speak loud to you. ദൈവം പല വിശ്വാസികളുടെയും ചിന്ത ഒരു പ്രവാചകനിൽ കൂടെയാണ് ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിക്കാനുള്ളതെന്ന്. Most of us still believe that it is only through a prophet that God can speak to us. അല്ല കുഞ്ഞുങ്ങൾ, ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരുത്തണം. നിങ്ങൾ മുഴങ്കാലും അടക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം തരാൻ ഈ ദൈവത്തിന് കഴിയും. Remember that is not the way it is. If you are able to kneel before the Lord, it is God who is going to send His answer upon your situation. പക്ഷേ ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടേതായിരിക്കുന്ന ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. But most of the time when we are obeying God, we have to set aside our personal desires. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടേതായിരിക്കുന്ന ചിന്തകൾക്കല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്, ദൈവത്തിന്റെ ആലോചനയ്ക്ക് പ്രയോറിറ്റി കൊടുക്കും. Any person who is led by the Holy Spirit will not give to his personal desire but will heed to the desires of God. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരും കൈ ഉയർത്തേണ്ട, പക്ഷെങ്കിൽ ഒരു കാര്യം
നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേഖലകളിൽ എത്ര പ്രാവശ്യം ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്? How many of you have you realized that God has spoken to me while I was praying? How many of you realized it? അങ്ങനെ ഒരു തിരിച്ചറിവ് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ മുഴുവൻ മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളോടുള്ളതായിരിക്കുന്ന അരുളപ്പാട്, ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് കേൾക്കാൻ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ താണിരിക്കണം. We should humble ourselves so that we would change the way we pray and we will be able to realize the answer of God. Praise the Lord. Hallelujah. ഒരിക്കൽ ശീമോൻ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട്, അതിന് എല്ലാ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ചെറിയ കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ശീമോൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വല കഴുകി വൃത്തിയാക്കി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ കടന്നു വന്നു. We see a situation where Jesus comes and sees Simon where he has toiled all night and now he's cleaning his net to go back home. നോക്കണേ, ഒരു രാത്രിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണമായ ക്ഷീണവും പൂർണ്ണമായിരിക്കുന്ന നിരാശയും അവൻ്റെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളും അടഞ്ഞു പോയെന്ന് കരുതി വല കഴുകി പടകിനെ പൂട്ടിയിട്ടുകൊണ്ട് ഭവനത്തിലേക്ക് പോകാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ശീമോന്റെ മുമ്പിൽ കർത്താവ് നിന്നിട്ട് ഇപ്രകാരം ശീമോനോട് പറയുക, നിന്റെ പടക് ഒന്ന് നീക്കണം. He says that actually we see a situation where Simon has toiled all night and nothing has come fruitful and he is about to go home with great disappointment, but Jesus says actually you have to move your boat from here. പ്രിയമുള്ളവരെ, നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യാൻ തക്കവണ്ണം നമ്മൾ എത്ര അധ്വാനം ചെയ്യാറുണ്ട്. There is a lot of hard work we put into to advance our career in life. ചെയ്യാറില്ലേ? We do that. നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളല്ല ഇവിടെ കിട്ടാൻ വേണ്ടി ഇവിടുത്തെ പഠനം പൂർത്തീകരിക്കണം. അത് ആ ഷോർട്ട് ടൈമിലോ ലോങ് ടൈമിലോ കംപ്രസ് മോഡിലോ എങ്ങനെയാണെങ്കിലും നമ്മളത് പഠിച്ച് പാസ്സായിട്ടൊരു പ്ലേസ്മെൻറ്റിന് വേണ്ടി എത്ര അധ്വാനം ചെയ്യുവാൻ്റെ വേണം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. We do a lot of hard work. We finished our studies in India, then come here, we do our courses over here, so we will be able to adapt to a job working over here in this country. ഇവിടുത്തെ കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല, പക്ഷേ അമേരിക്കയിലുള്ളതായിരിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, 1 2 ഡ്യൂട്ടി ചെയ്യണം. ഭാര്യ ഭർത്താവിനെ കണ്ടിട്ട് കാലങ്ങളായി, ഇവർ രണ്ടുപേരും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കണ്ടിട്ട് കാലങ്ങളായി. ഈ അധ്വാനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവർക്കൊരു ഭവനം വേണം, അവർക്കൊരു വാഹനം വേണം, അവർക്ക് ചില പൊസഷൻസ് വേണം, അവർക്ക് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനൊക്കെ വേണം, കഠിനാധ്വാനം ചെയ്യുവാനൊക്കെ വേണം. അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു. We see that most of the people I've seen people in states working double jobs or triple jobs, even husband and wife not seen for each other for a long time. They do a lot of hard work in getting their life up and running. എന്നാൽ നമ്മുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ആത്മീക വിടുതലുകൾക്ക് വേണ്ടി എത്രമാത്രം ഒരു കടുംപിടുത്തം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. How much perseverance we show in making sure that we are taking on spiritual deliverances in our life. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആ ലെവലിൽ നിന്നും അടുത്ത പരിശുദ്ധാത്മാവിന്റെ ഒരു ലെവലിലേക്ക് പോകാനൊക്കെ വേണം എത്രത്തോളം കഠിനാധ്വാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. How much hard work are you able to put in from moving from just salvation and baptism, but going into further into the depth of Holy Spirit? ഇപ്പോൾ ശീമോന്റെ ജീവിതത്തിൽ ഏതൊരു എക്സ്ക്യൂസ് പറഞ്ഞാലും അവൻ പറയുന്ന എക്സ്ക്യൂസ് ന്യായമാണ്. We see that actually in this situation Simon can give any excuses for the failure in his life. നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മൾക്കത് ഉപേക്ഷിക്കാൻ നമ്മൾ ന്യായമായ കാരണങ്ങളുണ്ട്. കുഞ്ഞ് പഠിക്കുകയാണ്, പരീക്ഷയാണ്, അതാണ്, ഈ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ന്യായമായിരിക്കുന്ന തടസ്സവാദങ്ങളാണ്. പക്ഷേ അതിനെ കീറി മുറിച്ച് മുന്നോട്ട് പോകാൻ ഒരു ശീമോനെ പോലെ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് ഈ പകൽക്കാലം തയ്യാറാകും.
We may find a lot of reasons for taking away our spiritual guidance and prayers by saying, my children has to study, but how many of you are able to put your discipline in place? സാധാരണ നാട്ടിൽ കട പൂട്ടിയാൽ പിന്നെ രാത്രിയിൽ ആരും തുറക്കത്തില്ല. We see that once the shop is closed in India, nobody will open it again. രാത്രിയിലെ കഠിനാധ്വാനത്തിന്റെ ക്ഷീണങ്ങൾ കൊണ്ട് ആ ഭാരം നിരാശ മുഴുവനും നിഴലിച്ചു നിൽക്കുന്ന ശീമോന്റെ അടുക്കൽ കർത്താവ് ചെന്നിട്ടൊരു ചോദ്യം, നിന്റെ പടകിനെ എനിക്ക് വേണ്ടി ഒന്ന് മാറ്റിക്കെട്ടുമോ, അഴിച്ചുവിടുമോ? Jesus said to Simon that actually, I know you worked all night and you did not get anything, but I want you to move the boat into the middle of the sea. ശീമോൻ രക്ഷിക്കപ്പെട്ട ഒരു പൈതലല്ല, കർത്താവ് ആരാണെന്ന് അറിയത്തില്ല. കർത്താവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന നേരിയ ചിന്തകളും അറിവുകളും മാത്രമുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വാക്കിന് മുമ്പാകെ തൻ്റെ പടകിനെ കരയിൽ നിന്നും ഒരു വേർപാടിന് വേണ്ടി ഒന്ന് അഴിച്ചുവിടാൻ വേണം ഈ ശീമോൻ തയ്യാറാകുന്നു. We see that actually Simon had a little knowledge about God and limited understanding, but still he took a bold step as to obey God and move the boat out into the water. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പ്രതിസന്ധിയിലായിരുന്നാലും അത്യാവശ്യമൊന്ന് വന്നാൽ എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറകെ പോകത്തില്ലേ? The children of God, we know that actually if we have an emergency in our life, we set about all our busy life and go behind the emergency we have. ആ വാക്കിൻ്റെ മുമ്പാകെ ശീമോൻ പടകിനെ കരയിൽ നിന്നും അഴിച്ചുവിടാൻ തയ്യാറായി. Simon decided that to obey God, he decided to move the boat away from the shore into the deep waters. ഈ കർത്താവ് എത്ര സെക്കൻഡ് എടുത്തെന്നറിയാമോ ഈ ശീമോനോട് സംസാരിപ്പാൻ? Do you know how many seconds it took for Jesus to speak to Simon? മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ ഏകദേശം 45 സെക്കൻഡ്. If you read in Malayalam Bible, it says just 45 seconds. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ ഏകദേശം 25 സെക്കൻഡ്. If you read in English Bible, it would have taken probably 25 seconds. വേറെ ഒരു ഭാഷ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ഈ 25 സെക്കൻഡ് അല്ലെങ്കിൽ 45 സെക്കൻഡ് സമയം തമ്പുരാൻ ഈ ശീമോനോട് സംസാരിച്ചപ്പോൾ ശീമോൻ തിരിച്ചറിഞ്ഞില്ല, എൻ്റെ സ്ഥിതികളെ മാറ്റി തീർക്കുവാൻ്റെ വേണം, എൻ്റെ ഭാവി ഇന്നലകളിൽ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് തമ്പുരാൻ എന്നോട് സംസാരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അനുസരിക്കാൻ തയ്യാറായ ശീമോൻ. We see that Simon did not know that actually with this short conversation, who is in front of me is going to one who is going to change my situation and my challenges in life. ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ അനുസരിക്കുന്നവരുടെ കാര്യങ്ങളെ തമ്പുരാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. I believe that actually whoever will obey God's word, God will take up that situation into his hands. കർത്താവ് പടകിൽ കയറി ശീമോൻ ഒരു ഉടമസ്ഥൻ എന്ന നിലയിൽ ഈ പടകിൽ കയറി. എൻ്റെ ചിന്തയിൽ ഈ ശീമോൻ വചനം കേട്ടിരുന്നപ്പോൾ തുഴയാൻ മറന്നു, അതിൻ്റെ കഴുക്കോലെടുക്കാൻ മറന്നു. അവൻ കേട്ട് ഈ പടകിൻ്റെ മേൽ ഇരിക്കുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ. I see that Jesus stepped into the boat as well as did Peter, because since he's the owner of the boat, and I believe that actually he would have forgot even to row the boat, and he was listening attentively to the word of God. അവൻ വചനത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായി. He was ready to submit himself to the word of God. അവൻ തുഴയുന്നില്ല, അധ്വാനിക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. അവൻ്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സംസാരം ദൈവം കർത്താവ് ശീമോനോട് സംസാരിക്കുകയാണ്. ആമേൻ. ഫ്യൂ സെക്കൻഡ്സ് വലത്തേക്ക് നീക്കി വലയിടുവീൻ. So we see that as he was listening to the word of God, and he was not doing anything in the boat but paying attention to the word of God, and Jesus spoke to him saying, put the net cast into the deep waters. എത്ര പേര് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട് വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നീ തുഴയാതെ, നീ കഴുക്കോലെടുക്കാതെ, നീ അത്യധ്വാനം ചെയ്യാതെ നിന്റെ പടകിനെ പെരുത്ത കൂട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു നങ്കൂരമിടുവിക്കുവാൻ വേണം ഈ ശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. How many of you believe that if you listen and submit yourself to the word of God without you doing anything or paddling or even rowing the boat, God will do great wonders for you? Praise the Lord. അവൻ്റെ ഭാവിയുടെ പദ്ധതികളെ ക്രമത്തിലാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞ ചില ചുരുക്കം വാക്കുകളിൽ കൂടെയാണെങ്കിൽ കാലാകാലങ്ങളിൽ ദൈവശബ്ദം കേട്ട പല ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്.
If God was able to put in place all his future and all his concerns, the same thing will happen to you as well. ആ ദൈവശബ്ദത്തെ ചെറുതായി കണ്ടിട്ടുള്ള ഒരുത്തൻ്റെ ഭാവിയുടെ കാര്യങ്ങളെ അല്ല തമ്പുരാൻ ക്രമീകരിക്കുന്നത്, അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന വീരന്മാരുടെ വിഷയത്തിൻ്റെ മേൽ ഇടപെടാൻ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. God wishes to engage in any of your situations if you are able to humble yourself between the word of God when he speaks to you. Praise the Lord. എന്താ മർക്കോസിന്റെ സുവിശേഷം 4:24 വാക്യം വായിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. In Mark chapter 4 verses 24 it says, take heed what you hear. ശീമോൻ പെരുത്ത മിൻകൂട്ടം പ്രതീക്ഷിച്ചിട്ടല്ല കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറായത്. Simon did not obey God knowing that he is going to be blessed with a big catch of fish. എന്തെങ്കിലും എൻ്റെ ശൂന്യതകളെ മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കാമൻ ശീമോൻ അനുസരിക്കാൻ തയ്യാറായത്. He did not obey God just because actually he knew that actually God is going to change his emptiness in life. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ ശൂന്യതകളെ മാറ്റണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. But God wishes that anybody who listens and hear to him, God will move his emptiness in life. എൻ്റെ ജീവിതത്തിൻ്റെ ചില ശൂന്യതകളുമായി സമാധാനമാകുന്ന, സന്തോഷമാകുന്ന, സമൃദ്ധിയാകുന്ന, പ്രാർത്ഥനയാകുന്ന വചനധ്യാനത്തിൻ്റെ ശൂന്യതകൾ ഇന്ന് ഈ പകൽക്കാലം തമ്പുരാൻ അതിനൊരു മാറ്റം വരുത്തുവാൻ്റെ വേണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് ഈ പകൽക്കാലം തയ്യാറാകും? Just today, now God is willing to change all the emptiness and fill you with happiness, peace and great blessings from his love. അമേരിക്കയിലുള്ള ഇവിടുത്തെ ഒത്തിരി പേര് വിളിക്കാറുള്ള അമേരിക്കയിലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ വിളിച്ച് സംസാരിക്കുന്ന കാര്യമാണ്. കുഞ്ഞിന് 35 വയസ്സായി, 38 വയസ്സായി, 34 വയസ്സായി, ഒരു വിവാഹം നടക്കുന്നില്ല. ആ ശൂന്യതകൾ, ഭവനത്തിനകത്തെ അസ്വസ്ഥതകൾ, അത് നിമിത്തം അവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശൂന്യതകളെ മാറ്റുവാൻ്റെ വേണം തമ്പുരാന് ഏത് ശൂന്യതകളെയും, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഏത് ശൂന്യതകളെയും മാറ്റുവാൻ. I've seen a lot of situations in many families where actually the children are getting married and a lot of such challenges in their life. Lord, let it be any challenge in your life, God is able to change any emptiness that you are going through. എൻ്റെ വാത്സല്യ സഹോദരന്മാരെ, എൻ്റെ വാത്സല്യ My dear brothers and sisters, ഗോൾഡൻ സ്പൂണിൽ കൊണ്ട് ജനിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ കുറവാണെന്ന് എൻ്റെ വിശ്വാസം. I believe that there are very less people over here. ഞാനൊക്കെ വളർന്നത് ചാണകം തളിച്ച തറയിൽ, അങ്ങനെയുള്ളൊരു ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് ഞാൻ. I was born and brought up in a house where the flooring was done with cow dung. Praise the Lord. പക്ഷേ ഭവനത്തിൻ്റെ അകത്തളത്തിലെ ശൂന്യതകൾ മാറ്റാൻ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കരയുന്ന അമ്മമാർ വീട്ടിലുണ്ടായിരുന്നു. But there were mothers who were able to wake up in the middle of the night and cry and pray for turning away the emptiness in their life and house. അങ്ങനെ കരഞ്ഞ മാതാപിതാക്കന്മാരുടെ തലമുറകളുടെ ശൂന്യതകളെ ഒരിക്കലും അപ്രാപ്യമെന്ന് തോന്നുന്നതായിരിക്കുന്ന വിഷയത്തിൻ്റെ മേലൊക്കെ ദൈവം ഇടപെട്ട് ഈ ദേശങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അനുസരണത്തിൻ്റെ ഒരു ജനറേഷൻ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, we had a generation before us where the mothers were able to pray and to take away the emptiness in their life, and their younger children were all blessed in different countries. ഒരു കാലത്ത് ഒരു സൈക്കിൾ എൻ്റെ സ്വപ്നമായിരുന്നു. There was a time I had a dream of having a cycle. എന്തിന്? ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്ന മാവൊക്കെ ഇടയുന്ന അരിപ്പയുടെ ചുറ്റ് അതൊരിക്കൽ സ്വപ്നമായിരുന്നു ഉരുട്ടിക്കൊണ്ട് നടക്കാൻ. I would actually had a dream when I want to have a play toys. For that also it was a dream for me. ബസിന്റെയും ലോറിയുടെയും ടയറിന്റെ ആ റിം എന്ന് പറഞ്ഞാൽ അതിന്റെ നടുക്കുള്ളതായിരിക്കുന്ന ആ പീസ് അറിയാമല്ലോ, സ്റ്റീൽ
വയറുകൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ആ ഒരു സാമൻ അതൊരു സ്വപ്നമായിരുന്നു. There was a time where the tires of and or the rims of the cars and lorries were a ഒരു dream for me. സൈക്കിൾ സ്വപ്നമായിരുന്നു. A cycle was a dream for me. ഒരു കുഞ്ഞു സാമൻ ഒരു വാഹനം സ്വപ്നമായിരുന്നു. Even a small car or a vehicle for me was a dream. Praise the Lord. ഈ സ്വപ്നങ്ങൾക്ക് അതീതമായി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ പുറകിൽ ഒരു അനുസരണമുണ്ട്. But God was able to make those dreams come true because of an obedience. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രാർത്ഥന സോഫായിൽ ഇങ്ങനെ കംഫർട്ടായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം കേട്ടോ മനുഷ്യൻ കേട്ടോ ആരോടും കേട്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഈ പ്രാർത്ഥന വിഫലമായി മാറുമ്പോൾ, Sitting on your couch with a comfort zone and even without realizing whether man heard it or God has heard it. നമ്മളുടെ സകലവിധമായിരിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെയും മാറ്റിവെച്ച് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ശൂന്യതകളുടെ മേൽ പണിയാണ്ടൊക്കെ വേണം. ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. God has a plan if you are able to take more pain and put more effort into your prayer and come closer to God. Praise the Lord. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. There could be a lot of people who are going through tough times in ഇപ്പോൾ life. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെയൊക്കെ കടന്നുപോയ പലരുമാണ് ഇന്ന് പലയിടങ്ങളിലും നന്നായിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ കരച്ചിലിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. Remember, you might be in similar situation. A lot of people who are successful today has gone through the same situation, but they had a prayerful life ദൈവ with Christ. ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിപ്പാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. They had a situation where they were eagerly waiting for the word of God and to hear his voice. എല്ലാവരും ഈ ശീമോനെ പോഷനെന്നും പൊട്ടനെന്നും വിധിയെഴുതിക്കൊണ്ട് കരയിലിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അനുസരിക്കാൻ തയ്യാറായ ശീമോന്റെ പടകിൽ കർത്താവ് കയറി നിമിത്തം മടങ്ങി വരുമ്പോൾ, ആമേൻ, പെരുത്ത മീൻകൂട്ടം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും അതിശയം കൂറുമാറ് ഒരു ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തി മടക്കി കൊണ്ടുവന്നതുപോലെ ഒരു അസാധാരണ ദൈവപ്രവൃത്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Remember that actually even though Simon had actually people around him mocked him and made fun of him, he was able to obey Jesus and bring up a great miracle the same way that God is able to do in our life as well. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം, ഞാൻ കഠിനമായ ചൂട് 54 ഡിഗ്രി ചൂടിൽ നിന്നാണ് കാനഡയിലേക്ക് വന്നേ. അപ്പോൾ ആ ക്ലൈമറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ത്രോട്ടിന് അല്പമല്ലാത്ത പ്രയാസം ഉണ്ടെങ്കിലും കർത്താവ് തരുന്ന ആരോഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ക്ഷമിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. Pastor came from a very high humid temperature to this low temperature, so the climate variation has made him a little sick, but please forgive for him. നോക്കണേ, ഒരു ദൈവശബ്ദം ഒരു മനുഷ്യനെ അവൻ്റെ ഭാവിയെ മറിച്ചത് നമ്മൾ കണ്ടോ? We see that actually a single word of God turned away a person and turned his whole future. Praise the Lord. ഞാൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നില്ല. ദൈവവചനങ്ങളെ നിഷേധിച്ച നിഷേധികൾക്ക് സംഭവിച്ചതായിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെ വേദപുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇടപെട്ടത് ഒരു ഭാവിയെ മാറ്റിക്കൊടുക്കുന്നത്. There are a lot of people in the Bible we could see who are actually forsaken God's word and have lost their life. But if you are able to surrender himself into his hands, he will change our future. Praise. കഴിഞ്ഞൊരു ദിവസം UK എന്നൊരു കുഞ്ഞിൻ്റെ മാതാവിനെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം. എന്താ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആയിരിക്കുന്ന ഈ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് ജീവിക്കണ്ട, ആത്മഹത്യ ചെയ്താൽ മതി. The other day, a mom from UK called pastor and told him, please pray for my child. The child is born again, baptized, and also worshipping in spirit, saying, I don't want to live anymore, I want to commit suicide. മതി എന്ന് പറയുന്നതായിരിക്കുന്ന പിശാചായവൻ അവനെ എവിടെ കൊണ്ടുപോയി ഒതുക്കാൻ നോക്കുന്ന നടുവിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി
ദൈവസന്നിധിയിൽ മുഴങ്കാലും മുടക്കി ഇപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു. But things are changed around. Satan was taking them in the wrong direction and to destroy. But through prayer, we were able to recover and get better. ആ കുഞ്ഞ മാതാവിനെ വിളിച്ച് പറഞ്ഞതുകൊണ്ടല്ലേ ആ ധർമ്മസങ്കടത്തിന് നടുവിൽ ഇടിവിൽ നിൽക്കാൻ ഒരുപറ്റം ജനത്തെ ഒരുക്കിയത്. ഇതുപോലെ ആമേൻ തുറന്നു പറയാൻ മടിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ദേശത്തുണ്ടെന്നറിയാമോ? That child was able to openly talk to their parent. That is why the situation we were able to pray and recover from it. But there are a lot of children who are not openly speaking to their parents. ഇസബേലിന്റെ വാക്കിന്റെ മുമ്പാകെ ചൂരച്ചയുടെ തണലിൽ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, മതി കർത്താവേ, എൻ്റെ ആമേൻ ജീവനെ അങ്ങ് എടുക്കണമെന്ന്. ആമേൻ കരഞ്ഞ് വിലപിച്ച് നിരാശനായി ചൂരച്ചയുടെ തണലിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. We see a situation where the prophet is saying, enough Lord, enough, I don't want to go any more further, I can't take it anymore. നോക്കണേ, ഈ നിരാശയുടെ നടുവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നിവർത്തിയില്ലാതെ കിടക്കുന്ന ഏലിയാവിൻ്റെ അരികിലേക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. We say that actually he is in a situation where he is not able to pray. He is going through such a tough time, but God sent his angel to him. 115 സെക്കൻഡ് എഴുന്നേറ്റ് ഭക്ഷിക്ക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. It took 115 seconds to say one message to the prophet. You get up, rise and eat. You have a long travel to do. മണിക്കൂറുകൾ മിനിറ്റുകൾ ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നില്ല. God did not speak for hours or too many words. ഏകദേശം 115 സെക്കൻഡ് മാത്രം ഏലിയാവിനോട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയാണ്. എ ഷോർട്ട് മെസ്സേജ്. We see that actually God engages in a conversation with the prophet for only 115 seconds. Praise the Lord. എഴുന്നേറ്റ് ഭക്ഷിക്കാൻ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. He told him, arise and eat, you have a long travel to do. കുഞ്ഞെ, ഇതുപോലെ ചില വാക്കുകൾ നിന്റെ പ്രാർത്ഥനയുടെ മേഖലകളിൽ ദൈവം നിന്നോട് സംസാരിക്കും. പക്ഷെ നീ അതിനെ ഇഗ്നോർ ചെയ്യരുത്. Remember children, do not ignore when God is speaking to you in your prayers. God will also speak to you in such short messages. Praise the Lord. Hallelujah. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ശീമോൻ കർത്താവിൻ്റെ 25 സെക്കൻഡ് 45 സെക്കൻഡ് ആമേൻ ദൈർഘ്യമുള്ള ഈ മെസ്സേജുകളെ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുമായിരുന്നു സ്ഥിതി? Do you know what could have been the outcome if Simon has decided to ignore the message that God gave to him in 25 to 45 seconds? ആലോചിച്ച് നോക്കേ. Do you want to think about it? ശീമോൻ എന്നൊരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തക ചരിത്രത്തിൽ എഴുതി വെക്കാൻ വണ്ണം ഒരു വരി കാണുമായിരുന്നോ? The name Simon would have never been written or noted in the history of this Bible. ഏലിയാവെന്നുള്ള മനുഷ്യൻ മരിക്കാൻ കൊതിച്ച് ചൂരച്ചയുടെ തണലിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് പോ, ഞാൻ ക്ഷീണിതനാ, ആമേൻ, ഇസബേലിനെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദൂതന്റെ ശബ്ദത്തിന് പുറംതിരിഞ്ഞ് നിന്നിരുത്. If the prophet has turned away from the word of the angel of God and told God, I am not able to take this, I am not going to obey you. അടുത്ത ഒരു തലമുറയെ അഭിഷേകം ചെയ്യാൻ ഏലിയാവിനെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. Elijah would have not been used by God to anoint the next generation. അടുത്തൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ ഏലിയാവെന്നുള്ള മനുഷ്യൻ കാണത്തില്ലായിരുന്നു. There will be no Elijah to anoint a next king. ഏലിയാവിന്റെ ചരിത്രം മാറിയേനെ. His whole history would have changed. ശീമോന്റെ ചരിത്രം മാറിയേനെ. Simon's history would have changed. പക്ഷേ ഇതുപോലുള്ള കുഞ്ഞു വാക്കുകൾ നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. God will be able to change your future and history with small messages. ഹല്ലേലൂയ. മോറിയ ദേശത്തെ ഒരു മലയിൽ തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ വണ്ണം അബ്രഹാമിനെ പറഞ്ഞു വിടുമ്പോൾ എല്ലാ സർവസന്നാഹത്തോടുകൂടെ മോറിയ ദേശത്തെ മലയിൽ കൊണ്ടുപോയി യാഗപീഠമുണ്ടാക്കി മകനെ കിടത്തി. We see that Abraham has gone all the way to sacrifice his son. He put all the altar for the sacrifice and he put his son on top of it. ദൈവം
പറഞ്ഞതനുസരിച്ചിട്ടാ ചെയ്യുന്നത്. He is obeying it because he's obeying the word of God. മറിച്ചു പറയുമെന്നോ മാറ്റി പറയുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ 15 സെക്കൻഡ് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു, ബാലന്റെ മേൽ കൈവെക്കരുത്. It is only 15 seconds. Abraham did not know that actually there will be a change of plan, but still he trusted God, and for 15 seconds God speaks to Abraham saying, do not lay a hand on the child. ഇന്ന് പകൽക്കാലം ആ ശബ്ദം അബ്രഹാം ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ, If Abraham has ignored the word of God, ലോക ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. the whole world's history would have been something different. ദൈവക്കൊക്കെ മനസ്സിലായോ? ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചില വാക്കുകളെ നാം അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അതിനെ നാം ഇഗ്നോർ ചെയ്യുമ്പോഴും തകരുന്നതും വളരുന്നതും ഉറയ്ക്കുന്നതും നമ്മുടെ ഡെസ്റ്റിനിയാണ്. We see that if we accept and if we disobey the word of God, what changes is our destiny, a huge difference. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കട്ടെ. Let me conclude my words here. ആർക്കെങ്കിലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കോ സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ, കർത്താവേ, ഞാൻ ഇന്ന വിഷയങ്ങൾക്കകത്ത് ഞാൻ ബലഹീനയാണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ ഞാൻ ജീവിതത്തിൽ ഒതുങ്ങിയിരിക്കുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ആമേൻ എന്ന് താല്പര്യമുള്ള എത്ര പ്രിയപ്പെട്ടവരിവിടെയുണ്ട്? How many of you are here, brothers, sisters or children, that I want to go forward but these are things that's pulling me back? How many of you have a prayer like that? എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. I would like to conclude my words here. നിന്റെ പ്രാർത്ഥന അപ്പായിൽ ദൈവം നിന്നോട് സംസാരിക്കും. God will speak to you on your prayer mat. അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന അപ്പായി നിന്റെ ജീവിതത്തിൽ വേണം. You should have a prayer mat where God will come and speak to you. ഞാൻ കഴിഞ്ഞ മാസങ്ങൾ മുഴുവനും പഠിപ്പിച്ചത് മാളികമുറിയെ കുറിച്ചാണ്. The last 1 month I was talking about the great banquet. ഒരു മാളികമുറിയുടെ അനുഭവം ഓരോ ഭവനത്തിലും ഈ ദിവസങ്ങളിൽ വേണം. In every house there should be a place where you go and ഒരു pray. മാളികമുറിയുടെ അനുഭവം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണം. In everybody's personal life there should be a prayer life. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. When the Holy Spirit comes on you, you will get power. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, But I am not able to pray. എനിക്ക് ജാഗരിക്കാൻ കഴിയുന്നില്ല, I'm not able to intercede. എന്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല, I'm not able to keep my focus on God. എനിക്ക് ദൈവത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല, I'm not able to sit in the presence of God. എനിക്കെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ ഒതുക്കി മാറിക്കൊണ്ട് മേഘത്തെ ആമേൻ കാറ്റ് വീശിക്കൊണ്ട് പോകുന്നത് പോലെ ആമേൻ ഇത് മാറ്റി മറിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. Is there anybody who is praying that please pray for me? I want to do everything but some power is pulling me aside from all this. ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ എൻ്റെ ഡെസ്റ്റിനിയെ കുറിച്ച്, എൻ്റെ ഭാവിയെ കുറിച്ച് യാതൊരു വിധമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. I'm not able to have a good vision of my destiny when I look forward. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. Please pray for me. അങ്ങനെയുള്ള ദൈവമക്കൾ ഒന്ന് എഴുന്നേറ്റ്, ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. I would like to pray for those people who have such a prayer. I want to pray for you before we conclude. ആരെങ്കിലും ആഗ്രഹിക്കുന്നു? Is there anyone who is willing for that? നമുക്ക് പ്രാർത്ഥിക്കാം. Let's all pray. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി നന്ദിയുള്ള കൃതജ്ഞതയോടെ സ്തോത്രം. കർത്താവേ, എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന മേഖല എൻ്റെ ഭവനത്തിനകത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം കേൾപ്പാനുള്ള കൃപ എനിക്ക് തരണം. അതെൻ്റെ ഭാവിയെ മറിച്ചു കളയുന്ന, എൻ്റെ ഭാവിയെ ത്വരിതപ്പെടുത്തുന്ന, എൻ്റെ ഭാവിയെ പണിയുന്ന ഒരു സംവിധാനമായത് രൂപാന്തരപ്പെടുവാൻ കർത്താവ് അങ്ങ് സഹായിക്കേണ്ടതിന് ഏൽപ്പിച്ചു തരുന്നു. ദൈവകൃപതിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണം. ഈ പ്രിയപ്പെട്ടവർ വ്യാപരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. സമയാനുസരിച്ച് കർത്താവിൻ്റെ അഭിഷിക്തനും സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. God bless and God bless.